അതെ, ടെർഫി കളിക്കാൻ പോയാലേ? 100, 200, 300, 400. എന്റെ പൈസ ആരിടുന്നു അവരുടെ ടീമിൽ ഞാൻ കളിക്കാം. ദാറ്റ്സ് മൈ ഓഫർ. വേണ്ട, റൊണാൾഡോ കളിക്കണ്ട, കളി ക്യാൻസൽ. പൈസ ചെലവില്ലാത്ത എന്തെങ്കിലും ഐഡിയകൾ പറ. ചെസ്. ബുദ്ധിയും കൂടെ നോക്ക്. ചെസ്സിലെ കുതിര എന്തിനാന്നറിയാം? രായാവിനും രാജ്ഞിക്ക് ട്രിപ്പ് പോകാനായിട്ട്. ക്യാൻസൽ. സാറ്റ് മൂട്ടും കളിച്ചാലോ? ഏയ്, ഒളിച്ചും പാത്തുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല. അന്ന് പൊക്കിയതിന് ശേഷം എല്ലാം മതിയായി. ഓ, അന്താക്ഷരി കളിച്ചാലോ? ആ അതാകുമ്പോ വാനക്കിയാ മതി. വാ മാത്രം അനങ്ങിയാ പോരാ, പാടണം. എന്ന അക്ഷരം എന്റെ വക. മയ്യ മാ. മാണിക്യ വീണയുമായി മനസ്സിന്റെ താമര പൂവി വിരിഞ്ഞവളെ. ലായ ലാവച്ചൈന് ഏത് പാട്ട്? അത് ഡയലോഗ് ലാവച്ച് പാട്. ലാളി 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 ലോ. പിന്നെ അല്ലോ, അത് ലാ അല്ല ലാ. ലൈല ലൈല. നിർത്താം, നമുക്ക് വേറെ അക്ഷരാക്കാം. എന്നാ പിടിച്ചോ. കാക്കൊത്തി കാവിലെ കാവേരി അമ്മയ്ക്കും കായൽ വരമ്പിലെ പൂച്ചാണ്ടി പെണ്ണിനും തമ്മിൽ തമ്മിൽ കാണാ കിണ്ടാട്ടം കിണ്ടാട്ടം കാണാ കിണ്ടാട്ടം. 4 വരി 50 അക്ഷരം തെറ്റും. ടാങ്കണക്ക ടില്ലം ടില്ലം ടണാങ്കണക്ക ചെണ്ടപലണ്ടം തേരെ കാവടി പൂരെ കാവടി അർക്ക കാവടി ഓരെ കാവടി മേളം ഓ കാവടി മേളം വീണ്ടും ലാ. കൊള്ള. കറക്റ്റ് ടാവച്ച് പാട്. ടപ്പ് ടപ്പ് ജാനകി ടിപ്പ് ട്രിപ്പിന് പോയപ്പോ എന്നെ പോലൊരു സായിപ്പ് എന്തോ പൊക്കി കാണിച്ചു. ഇവിടെ വന്നിട്ടാ കൊച്ചുണ്ടാപ്പറി. ചുമ്മാ മലയാള പാട്ടുകളെ അപമാനിക്കാനായിട്ട്. ഒരുത്തന് സംഗീതവാസന ഇല്ല, നമുക്ക് വേറെ കളി കളിക്കാം. എന്നാ ഭാഷ്യമേതം കളിക്കാം. ഞാനൊരാളെ മനസ്സിൽ ആലോചിച്ച്. സ്ത്രീ. ഒബ്വിയസ്ലി 30-നും 40-നും ഇടയിൽ പ്രായം. യെസ്. ആന്റിയ. നീയായിട്ട് അടുത്ത ബന്ധം? യെസ്. ഓക്കെ. തൃക്കാക്കര ബസ് സ്റ്റോപ്പിന് ശേഷം വീട്. വീണ്ടും യെസ്. എന്തോ എത്ര ആലോചിക്ക. ഇത് രമണി ചേച്ചി. വാവ്, കറക്റ്റ്. എടാ, ഇത് ഇങ്ങനെയൊന്നും അല്ലടാ കളിക്കണ്ടത്. ഞാൻ ഒരാളെ മനസ്സിൽ വിചാരിച്ചു. 1960-ന് ശേഷം ജനനം. യെസ്. സത്യസന്ധൻ. നോ. അപ്പൊ നിന്റെ അച്ഛൻ കലാകാരൻ. ഒരിക്കലും അല്ല. ബിസിനസ് മാൻ. യാ, പുള്ളിക്കൊരു രാജ്യം തന്നെ ഉണ്ട്. തുണിക്കട. നോ. ഗോൾഡ്. യാ, ദാറ്റ്സ് ദ പോയിന്റ്. രാജ്യം ഗോൾഡ്. പുള്ളിയുടെ ഭാര്യ എങ്ങാണം വെടിവെപ്പി മരിച്ചു പോയായിരുന്ന. ആടാപ്പാ മരിച്ചുപോയി. ബണ്ണ് കൊതിയൻ. യെസ്. റോക്കി ബായിയെ. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞാ പോരെ. എനിക്ക് അയാളുടെ പേരറിഞ്ഞു. റോക്കി ബായ് എപ്പോഴാണ് അശ്വമേധ വന്നത്? എന്ത് റോക്കി ബൈ സെലിബ്രിറ്റി അല്ലേ? അപ്പൊ KGF രാംചരനല്ലേ? അപ്പൊ ഇതറിയാതാണ് 2 പാർട്ടും തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പൊ ഈ ആശാരി ആ സിനിമയുടെ ഡയറക്ടർ. ഓ, എന്നാ ഞാൻ അടുത്ത ഒരാൾ ആലോചിക്കാം. ഡേയ്, നീ KGF ആണ്, ഇവൻ ബാഹുബലി. പ്രഭാസ്. അടുത്തെത്തി. അതിന്റെ ഡയറക്ടർ പേരെന്ന് പറഞ്ഞു? ഷാജി മൗലി. എന്ത് ഷാജി മൗലി? ബാ, ടെർഫി കളിക്കാൻ പോവാ. എല്ലാവരുടെയും പൈസ ഞാൻ ഇടാം. ബാ, ഇതൊന്നും കേക്കണ്ടല്ലേ. നല്ല തീരുമാനം. നീ പേടിക്കൊന്നും വേണ്ട. ഇന്നത്തോടെ അവന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാം. പിന്നെ എന്താന്ന് നിനക്ക് ഞാൻ ഇല്ലേ. എന്താ കാണണോന്ന് പറഞ്ഞേ? ഇന്നലെ വന്നിട്ട് ഏതോ പെണ്ണായിട്ട് കണ്ടല്ലോ. ഏത് പെണ്ണ്? രമ്യ. വൈകിട്ട് 3:30 ലുലു മോളി വെച്ച്. രമ്യ. രമ്യ, നമ്മുടെ രമ്യ. അത് ഞങ്ങളുടെ പണ്ട് ട്യൂഷൻ പഠിച്ചേ. 2ാം ക്ലാസ്സിൽ. മൊബൈല് ചെക്ക്. ആ മൊബൈലിങ് അന്ന് ഫോണാ കൊടുക്കല്ലേ. നീ എന്തിനാ കുളിച്ചോന്ന് കുളിച്ചോന്ന് ചോദിക്കുന്നോണ്ട് എന്താ കുഴപ്പം? കുട്ടി കുളിക്കാറില്ലേ? കുളിക്കുന്നോണ്ട് കുഴപ്പമില്ല. പക്ഷെ കുളിച്ചു കഴിഞ്ഞാൽ എന്തോ ഇടുന്നേന്ന് ചോദിക്കുന്ന ഇച്ചിരി കുഴപ്പമാ. പറ്റിപ്പോയി, എന്തേലും പറ. ഞങ്ങളുടെ ട്യൂഷൻ ക്ലാസ്സിൽ ഇത്തിരി ഫാഷൻ സെൻസ് ഉള്ള ആ കുട്ടിക്കായിരുന്നു, അതുകൊണ്ട് ചോദിച്ചു. അല്ലടാ പോട്ടി. ഓഹോ, തരാം. രാത്രി വന്നാ ഡോറ് തുറന്ന് തരുമോന്ന്. അച്ഛനെ കാണാനോ? അയ്യോ, ചീറ്റല്ലേ. അവിടെ നിന്ന് പറഞ്ഞാ മതി. ചതി. എന്തേലും ഒന്ന് പറയടാ. ഇന്നൊരു സത്യം പറയട്ടെ. കണ്ട അപ്പൊ എത്ര നേരം പറഞ്ഞ കള്ളമാണ്. ചുമ്മാ ഇടോ. എനിക്ക് വേണ്ടിയിട്ടാണ് ഇവ അങ്ങനെയൊക്കെ ചോദിച്ചത്. എനിക്ക് രമ്യനെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് രാത്രി ചെല്ലാൻ വേണ്ടിയിട്ടാണ് ഇവ ഡോർ തുറന്നിട്ടോ എന്നൊക്കെ ചോദിച്ചത്. ഇല്ലടാ, മോൻ്റെ മോനെ. അതെ, അത്ര ചെറിയ കാര്യത്തിന് നീ അവനെ സംശയിച്ചല്ലേ? വേണ്ട, കഥ മാറിയ അനിയങ്ങ് വന്നാണ്. നിനക്ക് ഇതിന് ദിവസക്കൂലിയോ മാസക്കൂലിയോ? അല്ല, ഇതിന്റെ വകുപ്പ് അങ്ങനെ എല്ലാ പെണ്ണുങ്ങൾക്കും കിട്ടും. അത് ഞാൻ ശരിക്കും ഇറങ്ങിയുള്ള വിടത്തില്ല. നാലും ഇങ്ങനെ സംശയിച്ചു. ചേട്ടാ, എന്റെ പട്ടി ബൗ ബൗ എന്ന് കരയുന്നു. എന്ത് ബൗ ബൗ എന്ന് ഒരു അടർച്ച പോലെ. മനുവേ, കേട്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്. അങ്ങോട്ട് ചെയ്യും. ഫുഡി കലക്കി കൊടുത്താൽ മതി, സൗണ്ട് മാറിക്കോളും. എന്നിട്ട് അതുപോലെ കേട്ടാലോ? കുറച്ചെടുത്ത് ചെവി ഒഴുക്കി, ചിലപ്പോൾ വല്ല വേരിയേഷനും അടിക്കും. ശരിയെന്നാ. ചേട്ടാ, ഈ അപ്പിയിടുന്ന ഇവിടെ അല്ലടാ, ബാക്കിലിടാ. അയ്യോ, അതല്ല. പിന്നെ എന്റെ പൂച്ചക്ക് അപ്പിയിടാൻ. മറ്റേ പാത്രം. ഡാ മനെ,
അങ്ങോട്ട് വരും. ഇതിൽ ഇട്ടിട്ട് വെച്ചാൽ മതി, അറിയാലോ. ചേട്ടാ ഇത് ചെറുതല്ലേ, ഇത് പോവൂ. നീ അല്ലല്ലോ പോന്ന പൂച്ചയല്ലേ, അത് പൊക്കോളൂ. ചേട്ടാ പട്ടിക്ക് ഒരു പ്രീ ഡിഗ്രി കൂടി. പ്രീ ഡിഗ്രി അല്ലടാ, +2. ഒരു കിണ്ടി അറിയത്തില്ല, വളർത്തു. ശരി എന്നാ. ആ ഒരു 5 ചാക്ക് മീൻ എടുക്കട്ടാ. ആയിരിക്കും. എൻ്റെ കയ്യിൽ ഒരു ആഫ്രിക്കൻ മുതല വന്നിട്ടുണ്ട്, എടുക്കട്ടാ. നീ കഴിഞ്ഞ പ്രാവശ്യം തന്ന ഈജിപ്ഷ്യൻ ഓസ്ട്രിച്ചന്റെ കോഴിക്കോട്ടി കിടപ്പുണ്ട്. ഇപ്പോഴും വളർന്നിട്ടില്ല അത്. അതിപ്പോ ക്രോസ് ബ്രീഡ് ആയപ്പോ എൻ്റെ കുഴപ്പമാണോ? തന്നെ വെള്ളി പൊങ്ങയല്ലേ. ഓടാ. വേണ്ടെങ്കിൽ വേണ്ട. ചേട്ടാ ഇത് ഉറപ്പല്ലേ, മാറോ? എടാ നിന്റെ പട്ടി ബൗന്ന് തന്നെയല്ലേ സൗണ്ട് ഉണ്ടാക്കുന്ന, അല്ലാതെ ആ എന്നൊന്നും അല്ലല്ലേ. ചേട്ടാ പിന്നെ എന്റെ അപ്പൂപ്പിന് കളിക്കാൻ വല്ല പെറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഒരു വയനാടൻ കുരങ്ങിരിപ്പോണ്ട്, എടുക്കട്ടെ. വേണ്ട. വേണ്ട, 2 കുരങ്ങിപ്പോ. ഒരു ആഫ്രിക്കൻ മുതലുണ്ട്. ഡാ മുതലേം കച്ചവടമായി. ചേട്ടാ ഈ മുതലേടെ കിടത്തണം. അപ്പൂപ്പിൻ്റെ കൂടെ കിടത്താം, അപ്പൊ അതിനൊരു ഭക്ഷണം ആവുമല്ലോ. അതെ, ആ ഷൂ തരൂ. നിന്റെ ഷൂ എന്ത്? അത് ചീത്തയായി പോയി. തന്തെടുത്ത് വാങ്ങിച്ചു തരാൻ പറഞ്ഞാൽ വാങ്ങിച്ചു തരത്തില്ലല്ലോ. സ്വന്തം മോനാണല്ലേ വാങ്ങിച്ചു തരൂ, തവിട് കൊടുത്തതിനൊക്കെ വാങ്ങിച്ചു തരൂ. എന്ത്? ഒന്നുമില്ല, അവിടെ ഇരിപ്പോണ്ട്, എടുത്തോ. എന്നാലും ഇതൊരു ടോക്കടാ, അങ്ങനെ ടോക്ക് ചെയ്ത്. ചേട്ടാ 2ാം ക്ലാസ് തൊട്ട് പറയുന്നത്. എനിക്ക് നല്ല സംശയമില്ലാതില്ല നിങ്ങളെ തന്നെ ദത്തെടുത്തോന്നേ. അങ്ങനെ തമാശ പറഞ്ഞിരിക്കൂടാ. അതെ, മുട്ട എന്നേ ഉള്ളോ? ആ ഒന്നേ ഉള്ളൂ. നീ വെച്ചു ദത്തെടുത്തല്ലേ. ചേട്ടാ ചേട്ടൻ പറഞ്ഞ ശരിയാ. എന്തോ ദത്തെടുത്ത് ഞാൻ പറഞ്ഞില്ലേ? പക്ഷെ എന്നെ അല്ല, പിന്നെ ചേട്ടന്. പോടെ. ഇതച്ഛൻ്റെ ഷെൽഫിൽ നിന്ന് കിട്ടിയതാ. മദർ തെരേസ ഓർഫനേജിൽ നിന്ന് ചേട്ടനെ ദത്തെടുത്തതിൻ്റെ സർട്ടിഫിക്കറ്റാ. മദർ തെരേസ ഓർഫനേജ്, നെയിം രാജീവ്. ഇനി മുട്ട വിഴുങ്ങുമ്പോൾ ചേട്ടൻ എടുത്തോ. പാവം ചേട്ടൻ. ഓ ഫേക്ക് ഡാഡി. പറ മിസ്റ്റർ ദിവാകര മേനോൻ. എന്റെ മൂത്ത വാഴ അവൻ നിന്നെ എന്തോ പറ്റിക്കാൻ വേണ്ടി എന്തോ പ്രിന്റ് എടുത്തോണ്ട് വന്നതാണ്. ദത്തെടുക്കാണെങ്കിൽ നല്ലതൊക്കെ എടുക്കത്തില്ലേ? ഞാൻ അവനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ പോയി. എങ്ങോട്ടാ? മൊബൈലോട്ടാടാ. പറ്റിച്ചു തരുന്നു. ഇവന്റെ ഐഡിയ. നിന്റെ എൻ്റെ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ ചേട്ടൻ വരും. മാത്രമേ ഉള്ളൂ. എക്സിക്യൂഷൻ പത്തവനാ. താക്കോലറ, നീയൊക്കെ നടന്നു വന്നാൽ മതി. ചത്തു.